കാലാവസ്ഥാ മാറ്റം അറിയേണ്ടതും ചെയ്യേണ്ടതും. പ്രൊഫസർ കെ ശ്രീധരൻ. സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ വാതകമുള്ളത് എന്ന് നമുക്കറിയാമല്ലോ. സൂര്യനിൽ നിന്ന് വരുന്ന അൾട്രാവയലറ്റ് രശ്മികളാണ് ഇവിടെ ഓസോൺ വാതകം സൃഷ്ടിക്കുന്നത്. സാധാരണഗതിയിൽ ഓസോൺ അൾട്രാവയലറ്റ് രശ്മികൾ ആഗിരണം ചെയ്ത് അവിടെ താപോർജ്ജം ഉൽപ്പാദിപ്പിക്കും. എന്നാൽ ക്ലോറോ ഫ്ലോറോ കാർബൺ ഓസോണിനെ നശിപ്പിച്ച് കളയുന്നത് മൂലം അവിടെ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരുന്ന താപോർജ്ജം കുറയുകയോ ഇല്ലാതാവുകയോ ചെയ്യും. ഇതാകട്ടെ മുകളിലുള്ള സ്ട്രാറ്റോസ്ഫിയറിനെ തണുപ്പിക്കും. അതായത് വർദ്ധിച്ചു വരുന്ന കാർബൺ ഡയോക്സൈഡ് മൂലം താഴെയുള്ള അന്തരീക്ഷം ചൂടായിക്കൊണ്ടിരിക്കുകയും വർദ്ധിച്ചു വരുന്ന ക്ലോറോ ഫ്ലോറോ കാർബൺ മൂലം ഓസോൺ നശിക്കുകയും സ്ട്രാറ്റോസ്ഫിയറിന് കീഴ്ഭാഗം തണുത്തു വരികയും ചെയ്യും. ഇത് സൃഷ്ടിക്കുന്ന വിരുദ്ധ ദിശയിലുള്ള വായുപ്രവാഹമാണ് ചുഴലി രൂപപ്പെടുന്നതിന് കാരണമാകുന്നത്. ഓസോൺ പാളിയുടെ നാശം പല ഭാഗങ്ങളിലും പലവിധമാകയാൽ ഈ താപവ്യത്യാസവും ഭൂഗോളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്തമായിരിക്കും. മറ്റൊരു കാര്യം കൂടി അന്തരീക്ഷത്തിൽ സംഭവിക്കുന്നുണ്ട്. അന്തരീക്ഷ താപനില വർദ്ധിക്കുന്നത് മൂലം കൂടുതൽ ജലം ബാഷ്പീകരിച്ച് അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കും. 1 ഗ്രാം ജലം 1 മില്ലി ലിറ്റർ ബാഷ്പമാകുമ്പോൾ അത് 540 കലോറി താപം ആഗിരണം ചെയ്യും. ഈ വർദ്ധിച്ച താപവും വഹിച്ചാണ് ബാഷ്പം മുകളിലോട്ട് പോകുന്നത്. അവിടെയും തീർന്നില്ല. ചൂട് കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷത്തിന്